السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 17/3/2017 വെള്ളിയാഴ്ചയിലെ UAE ഖുത്ബ വരും തലമുറകളുടെ മുഖമുദ്രയാവേണ്ട അറിവിനെക്കുറിച്ചും അതിനനുബന്ധമാവേണ്ട വിശിഷ്ട സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ജീവിതത്തിൽ സൂക്ഷ്മാലുക്കളാവുകയും നന്മയനുവർത്തിക്കുകയും ചെയ്തവരോടൊപ്പം തന്നെയാണ് അല്ലാഹു. മുഅ്മിനീങ്ങളെ, ഏതൊരു പരിഷ്കൃത സമൂഹവും പുരോഗതി പ്രാപിച്ച ജനതയും തങ്ങളുടെ സമൂഹത്തിന്റെ ഭാവി നിർമ്മാണത്തിനായി സമയവും അധ്വാനവും ഏറെ വിനിയോഗിക്കുന്നവരാണ്. പ്രവാചകന്മാരും പണ്ഡിതന്മാരും ചിന്തകരുമെല്ലാം തലമുറകളുടെ ഉന്നമനത്തിനായി പദ്ധതികൾ ആവിഷ്കരിച്ചവരാണ്. വരും തലമുറകളുടെ ആവശ്യങ്ങളെ മുൻകൂട്ടി കണ്ടവരാണ്. അബുൽ അംബിയ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുവത്രേ, സുസ്ഥിരവും പ്രശോഭിതവുമായ ഒരു തലമുറയും നാടും വേണമെന്ന്. ഖുർആൻ തന്നെ ആ സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം സ്മരണീയമാണ് നബിയെ. എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്? നാഥ, നീ ഇതൊരു നിർഭയത്വമുള്ള വിശ്വസ്ത പട്ടണമാക്കണം. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. ഈ നാട്ടുകാർക്ക് കായ്കനികൾ ആഹാരമായി നൽകുകയും വേണമെന്ന്. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു നൽകിയ കഴിവും അറിവും യുക്തിയും ഉപയോഗപ്പെടുത്തി തന്റെ നാടിന്റെ ഉന്നമനത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഇന്ന് ലഭ്യമായ വിഭവങ്ങൾ ബുദ്ധിപൂർവം വിനിയോഗിച്ചും സംഭരിച്ചും ഭാവി ഭദ്രമാക്കുകയും ചെയ്ത സംഭവം സൂറത്ത് യൂസുഫിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഖാല തസ്റഊന സബ്അ സിനീന ദഅബ. രാജാവിന്റെ വിചിത്രമായ സ്വപ്നത്തിന് വ്യാഖ്യാനം അന്വേഷിച്ചു വന്ന രാജകിങ്കരന്മാരോട് യൂസുഫ് നബി പറഞ്ഞു അലൈഹിസ്സലാത്തു വസ്സലാം, 7 വർഷം നിങ്ങൾ തുടർച്ചയായി കൃഷി ചെയ്യണം. ഫമാ ഹസത്തും ഫദറൂഹു ഫീ സുംബുലി. എന്നിട്ട് കൊയ്തെടുക്കുന്ന മുഴുവൻ ധാന്യവും ഭക്ഷിക്കാൻ ആവശ്യമായ അല്പമൊഴികെ നിങ്ങൾ കതിരോടെ സൂക്ഷിച്ചു വെക്കുക. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിട്ടയായ ഈ പദ്ധതിയിലൂടെ തന്റെ രാജ്യം പരീക്ഷണഘട്ടത്തെ അതിജയിച്ചു, പ്രതിസന്ധികളെ മറികടന്നു. സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് തന്റെ അറിവും ജ്ഞാനവും വരും തലമുറയിൽ നിലനിൽക്കണമെന്ന് കേണപേക്ഷിക്കുകയുണ്ടായി. ഖുർആൻ തന്നെ പറയുന്നു, ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല അർറസു ശൈബാ. അല്ലാഹുവേ, എന്റെ അസ്ഥികൾ ദുർബലമാവുകയും തല നരച്ച് വെളുത്ത് തിളങ്ങുകയും ചെയ്തിരിക്കുന്നു. വലം അകും ബിദുആഇക റബ്ബി ശഖിയ. നിന്നോട് പ്രാർത്ഥന നടത്തിയിട്ട് ഇന്നോളം ഞാൻ ഭാഗ്യശൂന്യനായിട്ടില്ല. വ ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ. വഴിയെ വരാനിരിക്കുന്ന ബന്ധുക്കളെ കുറിച്ച് അഥവാ എന്റെ പിൻതലമുറയെ കുറിച്ച് എനിക്ക് പേടിയുണ്ട്. എന്റെ ഭാര്യയാവട്ടെ വന്ധ്യയാണ്, സന്താനഭാഗ്യമില്ലാത്തവളാണ്. ഫഹബ്ലി മിൻ ലദുൻക വലിയ. അതിനാൽ നിന്റെ സമക്ഷത്തിൽ നിന്ന് എനിക്കൊരു ബന്ധുവിനെ നീ കനിഞ്ഞേകണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജ്അൽഹു റബ്ബി റദിയ. എനിക്കും യഅഖൂബ് കുടുംബത്തിനും അവൻ അനന്തരാവകാശിയാവണം. അവനെ നീ സർവർക്കും സംതൃപ്തനാക്കുകയും വേണമെന്ന് തന്റെ പാരമ്പര്യത്തെക്കുറിച്ച്, തന്റെ പിൻതലമുറയെക്കുറിച്ച് സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ വശം ഏറെ പരിഗണിച്ചിട്ടുണ്ട്. പിൻതലമുറകളെക്കുറിച്ച് ധാരാളമായി അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.
കാര്യങ്ങൾ വ്യവസ്ഥാപിതമായും പരിണിത ഫലങ്ങൾ പരിഗണിച്ചും നടപ്പിലാക്കണമെന്ന് അവിടുന്ന് പല പ്രാവശ്യം നമ്മെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അഭിവന്ദ്യനായ സ്വഹാബി വര്യൻ സഅദ് ഇബ്നു അബീ വഖാസ് രോഗശയ്യയിലായിരിക്കുമ്പോൾ തന്റെ സ്വത്ത് മുഴുവൻ ദാനം ചെയ്യാൻ തീരുമാനമെടുക്കുകയുണ്ടായി. ഉടനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ വിലക്കിക്കൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്: ഇന്നക അൻതദഅ വറസതക അഗ്നിയാ ഖൈറും മിൻ അൻ തദഅഹും ആലതൻ യതകഫഫൂന അന്നാസ്. താങ്കളുടെ കുടുംബത്തെ നിങ്ങൾ സമ്പന്നരായി ഇട്ടേച്ചു പോകുന്നത് അവരെ ദരിദ്രരും ജനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുമായി ഇട്ടേച്ചു പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുവാനും അവരുടെ ജീവിതത്തിനാവശ്യമായത് നീക്കിവെക്കുവാനും അതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളുടെ മക്കളുടെ ഉന്നമനത്തിനായി നാം ആവിഷ്കരിക്കുന്ന പദ്ധതികളും അവരെ ഉന്നത സ്ഥാനങ്ങൾക്ക് പ്രാപ്തരാക്കുന്നതും സമൂഹത്തിന്റെ കുഞ്ചിക സ്ഥാനങ്ങളിൽ അവരെ കുടിയിരുത്തുന്നതും അതിനാവശ്യമായ പ്രോത്സാഹനങ്ങൾ അവർക്ക് നൽകുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: ഇന്നല്ലാഹ യുഹിബ്ബു മആലിയൽ ഉമൂരി വ അശ്റാഫഹാ. നിശ്ചയം അള്ളാഹു ഉന്നതവും മഹിതവുമായ കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നു. വയക്റഹു സഫാസിഫഹാ. ബാലിശമായ കാര്യങ്ങളെ അള്ളാഹു വെറുക്കുകയും ചെയ്യുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ എപ്പോഴും പൂർണ്ണത കൈവരിക്കുവാനും ഉച്ചിയിലെത്തുവാനും പരിശ്രമിക്കണമെന്നാണ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അവിടുന്ന് പറയുന്നു: ഫഇദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നുവെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അവനോട് ഉന്നതമായ സ്വർഗമാണ് ചോദിക്കേണ്ടത്, പറുദീസയാണ് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, യുവതയാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത്. അവരിലാണ് സമൂഹം പ്രതീക്ഷകളർപ്പിക്കുന്നത്. സമൂഹം ഭാവിയിലേക്ക് എത്തിനോക്കുന്നത് യുവതയുടെ നേട്ടങ്ങളിലൂടെയാണ്. ഉത്തരവാദിത്വത്തിന്റെ വാഹകരും ഭാവിയുടെ നിർമ്മാതാക്കളുമാണ് അവർ. രാഷ്ട്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് യുവതയുടെ കൈകളിലൂടെയാണ്. രാജ്യത്തിന്റെ വിജയത്തിന്റെയും മികവിന്റെയും നിദാനം യുവതയാണ്. വെല്ലുവിളികളും വിപണിയിലെ മത്സരവും സാഹചര്യവും തിരിച്ചറിഞ്ഞ ഉത്തരവാദിത്വ ബോധമുള്ള യുവതയുടെ സജ്ജീകരണം വഴിയല്ലാതെ ഒരു നാടും പുരോഗതി കൈവരിക്കില്ല, ഒരു ദേശവും വിജയിക്കുകയുമില്ല. അതുവഴി മാത്രമേ സാംസ്കാരിക നിർമ്മിതി സാധ്യമാവൂ. പുതിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രവിജ്ഞാനീയങ്ങളും അവന് കരുത്തേകണം. അറിവാണ് തലമുറകൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന, കരുതി വെക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. അറിവാണു ജീവൻ. ഭാവിയെ പ്രകാശപൂരിതമാക്കുന്ന വെളിച്ചമാണത്. ഖുർആൻ പറയുന്നത് പോലെ: അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശീ ബിഹി ഫിന്നാസ്. നിർജീവനായിരിക്കെ നാം ജീവൻ നൽകുകയും ആളുകൾക്കിടയിൽ സഞ്ചരിക്കാൻ പ്രാപ്തമായ വെളിച്ചം നൽകുകയും ചെയ്ത ഒരാൾ കമൻ മസലുഹു ഫിദ്ദുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ. ഒരു തരത്തിലും രക്ഷപ്പെടാനാവാത്ത അന്ധകാരത്തിൽ ആപതിച്ചയാളെപ്പോലെയാണോ? ഒരിക്കലുമല്ല എന്ന് ഖുർആൻ പറയുന്നു. അറിവ് നൽകപ്പെട്ടവൻ അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചം ലഭിച്ചവനാണ്. അറിവുകൊണ്ടാണ് തലമുറകൾ ജീവിക്കുന്നത്. അറിവുകൊണ്ടാണ് രാഷ്ട്രത്തിന്റെ സ്ഥാനമുയരുന്നത്. അറിവുകൊണ്ടാണ് രാഷ്ട്രത്തിന്റെ മഹത്വം ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത്. അറിവുവഴിയാണ് ഓരോ ജനതയും സാംസ്കാരികമായും നാഗരികമായും നേതൃതലങ്ങളിൽ എത്തിച്ചേരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകന്മാർ മുഴുവനും സമൂഹത്തിന് നേതൃത്വം നൽകിയതും ജനതയ്ക്ക് നേർവഴി കാണിച്ചു നൽകിയതും അള്ളാഹുവിൽ നിന്ന് അറിവ് ലഭിച്ചതിനു ശേഷമാണ്. വിശുദ്ധ നബി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം ഖുർആൻ പറയുന്നു:
വലമ്മാ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമാ. യൗവനം പ്രാപിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നാം തത്വജ്ഞാനവും അറിവും നൽകി. വകദാലിക നജ്സിൽ മുഹ്സിനീൻ. ഉത്കൃഷ്ടർക്ക് നാം അങ്ങനെയാണ് പ്രതിഫലം നൽകുന്നത്. ശേഷമാണ് പ്രബോധനം ആരംഭിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം ഖുർആൻ ഇങ്ങനെ പറയുന്നു: വലമ്മാ ബലഗ അശുദ്ധഹു വസ്തവ ആതൈനാഹു ഹുക്മൻ വഇൽമാ. ശക്തനും പക്വതയുള്ളവനുമായി തീർന്നപ്പോൾ മൂസാ നബിക്ക് ആതൈനാഹു ഹുക്മൻ വഇൽമാ, നാം ജ്ഞാനവും വിവേകവും നൽകി. വകദാലിക നജ്സിൽ മുഹ്സിനീൻ. ഉത്കൃഷ്ടർക്ക് നാം അങ്ങനെയാണ് പ്രതിഫലം നൽകുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സംഭവം ഖുർആൻ പറയുന്നത് വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമാ. ഇരുവർക്കും വിവേകവും വിജ്ഞാനവും നാം നൽകി എന്നാണ്. സമൂഹത്തിന് സൽപാന്താവ് കാണിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവർക്ക് അറിവ് നൽകുകയായിരുന്നു. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വിഷയകമായ ഖുർആൻ പറയുന്നത് ഒരിടത്തിങ്ങനെ കാണാം: വഅല്ലമക മാ ലം തകുൻ തഅലം. താങ്കൾക്കറിയാത്തത് അല്ലാഹു നിങ്ങളെ പഠിപ്പിച്ചു. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. അല്ലാഹു താങ്കൾക്ക് നൽകിയ അനുഗ്രഹം അതിമഹത്തരമാണ്. ഈ സംഭവങ്ങളിൽ നിന്ന്, ഖുർആനിന്റെ ഈ പ്രസ്താവനകളിൽ നിന്നു നാം മനസ്സിലാക്കുന്നത് അറിവ് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നാണ്. അതുകൊണ്ട് തന്നെ അറിവുകൾക്ക് വേണ്ടി, അറിവ് കരഗതമാക്കുന്നതിനായി അധ്വാനം ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലമാണ് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ ഉന്നതിക്കും പുരോഗതിക്കും വേണ്ടി സക്രിയവും ശുഭാപ്തി വിശ്വാസത്തോടെയും ഇടപെടുന്നവരാണവർ. രാജ്യം അവരെ ഓർത്ത് അഭിമാനം കൊള്ളും. പ്രതിസന്ധികൾക്ക് അവരെ തളർത്തുവാനോ പിടിച്ചുകെട്ടാനോ ആവില്ല. കഴിവും അനുഭവവും മിനുക്കിയെടുക്കുവാനുള്ള അവസരങ്ങളായി അവർ വെല്ലുവിളികളെ ഏറ്റെടുക്കും. മുഅ്മിനീങ്ങളെ, അറിവിനോടൊപ്പം ചേർത്തു പറയേണ്ടതാണ് വിശിഷ്ട സ്വഭാവ ഗുണങ്ങൾ. അത് അറിവിന്റെ സൗന്ദര്യവും ശോഭയുമാണ്. മനുഷ്യന്റെ അടിത്തറയും ഭംഗിയുമാണത്. ദേശത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൈമോശം വന്നു പോവാതെ സംരക്ഷിക്കുന്നതിനുള്ള കോട്ടയാണ് നല്ല സ്വഭാവ വിശേഷണങ്ങൾ. വിശുദ്ധ ഇസ്ലാമിന്റെ സ്ഫടിക സമാനമായ അടിത്തറകളിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിച്ച് അത്യുന്നതമായ സ്വഭാവ ഗുണങ്ങൾ ഉയർത്തിപ്പിടിച്ച് ലോകത്തിന് മാതൃകയാവുക, അതുവഴി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോഴരാവുക, സ്വർഗലോകത്ത് അവിടത്തോട് സമീപസ്ഥരാവുക എന്നത് പുതുതലമുറ ഈ രാജ്യത്തോട് ചെയ്യേണ്ട കടപ്പാടാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം തന്റെ അനുചരന്മാരോട് ചോദിച്ചുവത്രേ: അലാ ഉഹദ്ദിസുകും ബിഅഹബ്ബികും ഇലൈ വഅഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. നാളെ അന്ത്യനാളിൽ ആരോരും കൂട്ടിനില്ലാത്ത സമയത്ത് എന്റെ അടുത്തിരിക്കുന്നവനും എന്നിലേക്ക് ഏറെ ഇഷ്ടമുള്ളവനും ആരാണെന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്. സഹാബികളൊന്നടങ്കം പറഞ്ഞു: ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കതറിയണം. ഞങ്ങൾക്ക് അങ്ങയോടുകൂടെ അങ്ങയോട് സമീപസ്ഥരാവണം നാളെ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പ്രതിവചിച്ചു അത്രേ: അഹ്സനുഹുക്കും അഖ്ലാഖ. നിങ്ങളിൽ നല്ല സ്വഭാവക്കാരാണ്, ഉന്നതമായ സ്വഭാവ വിശേഷണങ്ങളുള്ളവരാണ് നാളെ എന്റെ സമീപസ്ഥരും എനിക്കേറെ ഇഷ്ടമുള്ളവരും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ രാജ്യത്തിന്റെ ഓരോ പ്രതിനിധിയും, ഈ രാജ്യത്തെ ഓരോ പൗരനും നന്മയിലും സൽവൃത്തിയിലും ഈ രാജ്യത്തിന്റെ പ്രതിനിധിയാവണം. നമ്മിലേൽപ്പിക്കപ്പെട്ട അതിമഹോന്നതമായ ഒരു അമാനത്താണ് ഈ രാജ്യം എന്ന് പറയുന്നത്. അത് നാം കാത്തു സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അള്ളാഹു നാളെ നമ്മളോട് ചോദ്യം ചെയ്യുകയും ചെയ്യും. ഖുർആൻ പറയുന്നത് പോലെ: ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നിങ്ങളിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അവയുടെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ അള്ളാഹു നിങ്ങളോട് അനുശാസിക്കുകയാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. നമ്മുടെ പൂർവികർ നമ്മളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ രാജ്യം അതിനർഹിക്കുന്ന പരിഗണനയോടെ നാം സംരക്ഷിക്കേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളെ, വെല്ലുവിളികൾക്കും പ്രതിസന്ധികൾക്കും മധ്യേ ഈ രാജ്യത്തിന്റെ സ്ഥാപക നേതാക്കൾ ഈ മഹത്തായ രാജ്യമെന്ന അമാനത്ത് ഏറ്റെടുക്കുകയുണ്ടായി. അള്ളാഹുവിൽ അവർ ഭരമേൽപ്പിക്കുകയും അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുകയുമുണ്ടായി.
വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, ഏതൊരാൾ അല്ലാഹുവിൽ ഫലമേൽപ്പിക്കുന്നുവോ അവൻ അല്ലാഹു മതി എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചതുപോലെ അല്ലാഹു അവരെ സഹായിക്കുകയുണ്ടായി. നന്മയിലേക്കും ഉദാത്തമായ മൂല്യങ്ങളിലേക്കും അല്ലാഹു അവരെ വഴി നടത്തി. അവരുടെ ആഗ്രഹങ്ങൾ, ജനതയുടെ സ്വപ്നങ്ങൾ അല്ലാഹു അവർ വഴി പൂർത്തീകരിച്ചു കൊടുക്കുകയുണ്ടായി. ജനതയെ പുരോഗതിയുടെ പാതയിൽ അതിവേഗം മുന്നോട്ട് നയിക്കാൻ അവർക്കായി അസംഭവ്യമെന്ന് പലരും വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അവർക്ക് നിഷ്പ്രയാസം പൂർത്തീകരിക്കുവാനായി ത്തോടുള്ള കടപ്പാട്, ജനതയോടുള്ള കടപ്പാട് പൂർത്തീകരിച്ച ശേഷം അവർ അല്ലാഹുവിലേക്ക് യാത്രയായി. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളും ഈ ജനതയുടെ പ്രാർത്ഥനയും ഇന്നവരോട് കൂടെയുണ്ട്. അവരുടെ സുന്ദരമായ ചര്യകൾ ഇന്നും നമ്മൾക്ക് പാഠമായി, വെളിച്ചമായി നിലനിൽക്കുകയാണ്. അതുപോലെ ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ ധരിച്ച രക്തസാക്ഷികൾ അവരുടെ സർവവും ഈ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ഉന്നതമായ ആത്മാവുകൾ രാജ്യത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കും സൽപ്പേരിനും വേണ്ടി അവർ പണയപ്പെടുത്തിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ വല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി ഫലൻ യുദില്ല അഅ്മാലഹും, അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു വൃഥാവിലാക്കുകയേ ഇല്ല. സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും, അവർക്ക് അല്ലാഹു മാർഗദർശനമേകുന്നതും അവരുടെ അവസ്ഥകൾ നന്നാക്കി കൊടുക്കുന്നതുമാണ്. വയുദ്ഖിലുഹുമുൽ ജന്നത അറഫഹാ ലഹും, എന്നു മാത്രമല്ല അല്ലാഹു അവർക്ക് പരിചയപ്പെടുത്തിയ സ്വർഗ്ഗങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കുമെന്നും വിശുദ്ധ ഖുർആൻ അവർക്ക് വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ഈ രാജ്യത്തിനു വേണ്ടി ആത്മാവ് സമർപ്പിച്ചവർ, ജീവൻ സമർപ്പിച്ചവർ ഈ രാജ്യത്തിന് സമർപ്പണത്തിന്റെ വലിയ പാഠങ്ങൾ നൽകുകയാണ്. ഇന്നും ഈ രാജ്യത്ത് ജീവിക്കുന്ന തലമുറ അവരുടെ ജീവിതത്തിൽ നിന്ന്, രക്തസാക്ഷികളുടെ ജീവിതത്തിൽ നിന്ന് മഹോന്നതമായ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിമാനപൂർവം അവരുടെ ജീവചരിത്രങ്ങൾ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഈ രാജ്യത്തിന് ഉത്തരോത്തരം പുരോഗതിയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.